നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NRI ഹോം ലോൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഹോം ലോൺ എടുക്കുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിവതും വീഡിയോ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാധാരണയായിട്ട് കണ്ടുവരാറുള്ളതാണ് ഈ NRI ഹോം ലോൺസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സാധാരണയിൽ കവിഞ്ഞ് ഡിലേ വരാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചെന്നാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സിങ് സമയത്ത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഡോക്യുമെൻറ്റ്സ് അയക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഡോക്യുമെൻറ്റ്സ് അയക്കുകയും ചെയ്യുന്ന ഒരു ഡിലേ വരുന്നതുകൊണ്ടാണ് സാധാരണഗതിയിൽ നോർമൽ ഒരു നാട്ടിലുള്ള ഒരാളുടെ ഹോം ലോൺ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും ഡിലേ ഈ ഒരു NRI ഹോം ലോൺസ് സാധാരണ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഡിലേയ്സ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഞാൻ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിലേ ഒരു പരിധിവരെ കുറയ്ക്കാനും നിങ്ങളുടെ ലോൺ പ്രോസസ്സിങ് ഹോം ലോണിൻ്റെ പ്രോസസ്സിങ് ഫാസ്റ്റ് ആക്കാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലോൺ പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ KYC ഡോക്യുമെൻറ്റ്സ് നമുക്ക് NRIസിന് ആവശ്യമാണ്. KYC ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോ യുവർ കസ്റ്റമർ അല്ലേ, അതിനകത്ത് ഒന്നാമത് വരുന്നതിന് ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇതാണ് സാധാരണ വരുന്നതെങ്കിലും ഇത് കൂടാതെ NRI ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു മെയിൻ KYC ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്. അപ്പോൾ ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് ഇവ പ്രിലിമിനറി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത് ബാങ്കിൽ ചോദിക്കും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് NRI ക്രെഡിറ്റ് റിപ്പോർട്ട്. അത് NRIസിന് മാത്രം ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ നമ്മൾ ഇന്ത്യയിൽ സിബിൽ എടുക്കുന്ന പോലെ തന്നെ അതാത് രാജ്യങ്ങളിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് ബ്യൂറോസ് ഉണ്ടാവും. ഉദാഹരണത്തിന് UAE ആണെങ്കിൽ എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ, അതുപോലെ തന്നെ UK ആണെങ്കിൽ Equifax അല്ലെങ്കിൽ ചെക്ക് മൈ ഫയൽ, കുവൈറ്റ് ആണെങ്കിൽ CNET, അതുപോലെ സൗദി ആണെങ്കിൽ സിമ. അങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ചിട്ട് അവരുടെ ക്രെഡിറ്റ് ബ്യൂറോ അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അറിയണമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് കയറിയിട്ട് NRI ക്രെഡിറ്റ് റിപ്പോർട്ടെന്ന് അടിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ പേരും അടിക്കുക. ഉദാഹരണത്തിന് NRI ക്രെഡിറ്റ് റിപ്പോർട്ട് കാനഡ എന്ന് അടിച്ചെന്നാൽ കാനഡ അത് വരും. അപ്പോൾ അതിനനുസരിച്ച് ഏത് രാജ്യമാണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതായത് രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് ബ്യൂറോയുടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ കയറിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ചെറിയൊരു പേയ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, വിത്ത് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകും. ആ സ്കോറുള്ള രീതിയിൽ വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതും നിങ്ങൾ ലോൺ ചെയ്യുന്ന ബാങ്ക് ചോദിക്കും. ഇത് വേറെ ഒന്നുമല്ല, നാട്ടിൽ നമ്മൾ സിബിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എബ്രോഡ് നിങ്ങൾ വേറെ എന്തെങ്കിലും ലോൺസ് എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിലവിലുള്ള ഒബ്ലിഗേഷൻസ് എന്തൊക്കെ ലോണിൻ്റെ EMIs ആണ് പോകുന്നതെന്ന് അറിയാനും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബാങ്കും മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് NRI ക്രെഡിറ്റ് റിപ്പോർട്ട്. പിന്നെ അടുത്തൊരു ഡോക്യുമെൻ്റാണ് വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് വിസ. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ വിസയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് വിസ ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല. വിസ ആണെങ്കിൽ ഇപ്പോൾ UK വിസ ആണ്. അപ്പോൾ അത് ഷെയർ കോഡ് എന്നായിട്ടൊരു സംഗതി ഉണ്ട്. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും മതി. അപ്പോൾ വർക്ക് വിസ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അത് കൂടാണ്ട് അടുത്തൊരു ഡോക്യുമെൻ്റാണ് റെസിഡൻസ് പെർമിറ്റ്. അതൊരു മാൻഡേറ്ററി ഡോക്യുമെൻ്റാണ്. നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് നമുക്ക് തന്നേക്കുന്നൊരു റെസിഡൻസ് പെർമിറ്റ് ഉണ്ടാവും. വാലിഡ് ആയിട്ടുള്ള റെസിഡൻസ് പെർമിറ്റിൻ്റെ കോപ്പി ചോദിക്കും, അത് കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്താണ് എബ്രോഡ് അഡ്രസ് പ്രൂഫ്. എബ്രോഡ് അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധാരണ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ അവിടുത്തെ സാലറി വരുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലോ ഒരു അഡ്രസ്സ് ഉണ്ടാവും. അത് നിങ്ങളുടെ അവിടുത്തെ താമസിക്കുന്ന അഡ്രസ്സ് ആണെങ്കിൽ അത് കൊടുത്താൽ മതി പ്രൂഫായിട്ട്. പിന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് ബില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ യൂട്ടിലിറ്റി ബില്ലുകൾ എന്തെങ്കിലും, ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അടുത്തൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ജോബ് കോൺട്രാക്റ്റ്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ചില രാജ്യങ്ങളിൽ അവരവരുടെ ഭാഷയിലായിരിക്കും, പ്രധാനമായിട്ട് അറബ് കൺട്രീസൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ അറബിക്കിലായിരിക്കും അത് എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിൽ അറബിക്കും ഒരു സൈഡിൽ ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജോബ് കോൺട്രാക്റ്റ് UK ആണെങ്കിൽ COS ആയിരിക്കും, ഒരു വാലിഡ് COS ഉണ്ടാവും, അത് കൊടുത്താൽ മതിയാവും. പിന്നെ അടുത്തൊരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ NRI ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഓഫീസ് വെരിഫിക്കേഷൻ പോലെ മിക്കപ്പോഴും എബ്രോഡ് പോസിബിൾ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു HR മെയിൽ ID അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ മെയിൽ ID ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ HR മെയിൽ ID, അത് ഇവിടുന്ന് ബാങ്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കൺഫർമേഷൻ വേണ്ടിയൊരു മെയിൽ അയക്കുകയും അവിടുന്ന് ഒരു റിപ്ലൈ മെയിൽ എടുക്കുകയും വേണം. അപ്പോഴാണ് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് അവിടെ വെരിഫൈ ചെയ്യപ്പെടുത്തുള്ളൂ. ചിലപ്പോൾ ഡയറക്റ്റ് വന്ന് വെരിഫൈ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. പക്ഷേ പൊതുവേ കാണുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൺഫർമേഷൻ മെയിൽ അയച്ചിട്ട് HR എടുത്തുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ മെയിൽ ID ത്രൂവോ ആ എംപ്ലോയ്മെൻറ്റ് കൺഫർമേഷൻ റിട്ടേൺ മെയിലായിട്ട് എടുത്താണ് എബ്രോഡുള്ള കസ്റ്റമേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ സാധാരണയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു HR മെയിൽ ID അല്ലെങ്കിൽ ഒഫീഷ്യൽ മെയിൽ ID നിങ്ങൾ ബാങ്കിന് കൊടുക്കണം.
ഇനി അടുത്തായിട്ട് നമ്മളുടെ 3 മാസത്തെ അവിടുത്തെ സാലറി സ്ലിപ്പ്, പേ സ്ലിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ 3 മാസത്തെ അല്ലാന്നുണ്ടെങ്കിൽ 6 മാസത്തെ സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ചിലരുടെ സാലറി ഒക്കെ വേരി ചെയ്ത് വരുന്നതാണെങ്കിൽ 6 മാസത്തെ പേ സ്ലിപ്പ് ബാങ്കിൽ ചോദിക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അടുത്തത് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ എബ്രോഡ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്കിൻ്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെ നാട്ടിലെ NRI അക്കൗണ്ട് പൊതുവേ എല്ലാവർക്കും ഉണ്ടാവും, ഉണ്ടെങ്കിൽ അതിൻ്റെ 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കണമാണ് നല്ലത്. ഇപ്പോൾ ഈ റീപേയ്മെൻറ്റ് ECS മാൻഡേറ്റ് കൊടുക്കുന്നത് NRI അക്കൗണ്ട് വഴി ആയിരിക്കും, NRI ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിന് ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ ചെക്ക് ബുക്കിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അതും കളക്ട് ചെയ്ത് വെക്കുകയും വേണം. കാരണം നിങ്ങൾ സെക്യൂരിറ്റി ചെക്സ് ആയിട്ട് ചെക്ക് ലീവ്സും ബാങ്കിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ NRI അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കാനും അതിൻ്റെ ചെക്ക് ബുക്ക് കളക്ട് ചെയ്ത് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ളൊരു ഡോക്യുമെൻ്റാണ് NRI പവർ ഓഫ് അറ്റോണി എന്ന് പറയും. പവർ ഓഫ് അറ്റോണി നമ്മളിപ്പോൾ നാട്ടിലില്ലാത്ത ആളായതുകൊണ്ട് തന്നെ നാട്ടിലെ നിങ്ങളുടെ ബ്ലഡ് റിലേഷനിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന് കൊടുക്കാം, അച്ഛനോ അമ്മയ്ക്കോ ബ്രദറിനോ സിസ്റ്ററിനോ ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നാട്ടിലുണ്ടെങ്കിലും പവർ ഓഫ് അറ്റോണി നിർബന്ധമാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് നിർബന്ധമാണ്. കാരണം നിങ്ങൾ NRI ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. ആ സമയത്ത് ബാങ്കിനൊരു കോൺടാക്ട് പോയിന്റ് നാട്ടിൽ വേണം. അതുകൊണ്ടാണ് പവർ ഓഫ് അറ്റോണി നിർബന്ധമായിട്ടും ബാങ്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എബ്രോഡാണ് നിങ്ങളുള്ളതെങ്കിൽ, ഇപ്പോൾ പൊതുവേ ഗൾഫ് കൺട്രീസ് ആണെങ്കിൽ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ പോയിട്ട് അത് അറ്റസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ബാങ്ക് പറയുന്നത്. ചില ബാങ്കുകളിൽ ഇവിടുന്ന് അവരുടെ പവർ ഓഫ് അറ്റോണി ഫോർമാറ്റ് സ്റ്റാമ്പ് പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് അങ്ങോട്ടേക്ക് കൊറിയർ അയക്കുകയും അവിടെ നിന്ന് നിങ്ങളത് കളക്ട് ചെയ്ത് എംബസി കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്തിട്ട് തിരിച്ചയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ചില ബാങ്കുകൾക്ക് അവരുടേതാകുന്ന പ്രീ പ്രിൻറ്റഡ് ഫോർമാറ്റ് ഉണ്ട്, അത് ഇമെയിൽ അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഇമെയിൽ അയച്ചു തന്നാൽ ആ കൊറിയർ ഡിലേ ഒഴിവാക്കി അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലെ ആവശ്യം കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നേരെ എംബസി കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ വൺ സൈഡ് കൊറിയർ ഡിലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സമീപിക്കുന്ന ബാങ്കിനോട് ആദ്യം തന്നെ ചോദിക്കുക, എങ്ങനെയാണ് പവർ ഓഫ് അറ്റോണിയുടെ ഫോർമാലിറ്റീസ്, പ്രീ പ്രിൻറ്റഡ് ആണോ അതോ ഇവിടുന്ന് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങോട്ട് അയക്കുകയാണോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയേക്കുക. ഈ പവർ ഓഫ് അറ്റോണിയുടെ കേസ് പറഞ്ഞത് എബ്രോഡ്, ഇപ്പോൾ യൂറോപ്പ് UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എംബസി അറ്റസ്റ്റേഷൻ മിക്ക ബാങ്കുകൾക്ക് നിർബന്ധമില്ല. അവിടുത്തെ നോട്ടറി അല്ലെങ്കിൽ സോളിസിറ്റർ അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എംബസി അറ്റസ്റ്റേഷൻ ഒഴിവാക്കാം. നിങ്ങൾക്കത് നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ടും പവർ ഓഫ് അറ്റോണി നിങ്ങൾക്ക് ബാങ്കിന് കൊടുക്കാവുന്നതാണ്. ഈ ലോണിൻ്റെ പ്രോസസ്സിങ് ഫോർമാലിറ്റികളൊന്ന് ചുരുക്കിയെന്ന് പറഞ്ഞേക്കാം. സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓൺലൈൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ബാങ്കാണെങ്കിൽ, നിങ്ങൾ സമീപിക്കുന്ന ബാങ്ക് ഓൺലൈൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ഫോം അടക്കം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് ബാങ്കിന് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആകെക്കൂടെ നിങ്ങൾ ഇവിടുന്ന് അവർ അയച്ചു തരുന്ന പവർ ഓഫ് അറ്റോണി മാത്രം എംബസി അറ്റസ്റ്റ് ചെയ്ത് തിരിച്ച് കൊറിയർ അയച്ചു കൊടുത്താൽ മതിയാവും. ഇനി അതല്ല, സാധാരണ കൺവെൻഷണൽ രീതിയിലാണ് ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യുന്ന ബാങ്കുകളാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ഈ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എടുത്തതിന് ശേഷമായിരിക്കും ഇവിടെ ലോഗിൻ ഫോർമാലിറ്റീസ് ആരംഭിക്കുക. അതിനുശേഷം ഇവിടുന്ന് അയച്ചു തരുന്ന പവർ ഓഫ് അറ്റോണിയും കൂടെ നിങ്ങൾ അവിടെ സൈൻ ചെയ്തിട്ട് എംബസി അല്ലെങ്കിൽ നോട്ടറി ഏതാണെന്ന് വെച്ച് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് ഈ ഡോക്യുമെൻറ്റ്സിനോടൊപ്പം തിരിച്ച് വീണ്ടും ഹാർഡ് കോപ്പീസ് കൊറിയർ ചെയ്ത് ബാങ്കിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ഫോർമാലിറ്റീസ് വരുന്നത്. പിന്നെ അതിനുശേഷം സാധാരണ പോലെ ബാങ്ക് നിങ്ങളുടെ ഇവിടെ നാട്ടിലെ റെസിഡൻസ് വെരിഫിക്കേഷൻ ചെയ്യും. അതുപോലെ എംപ്ലോയ്മെൻറ്റ് കൺഫർമേഷൻ ഇമെയിൽ അയച്ചിട്ട് അതും എടുക്കും. അതിനുശേഷം ഇവിടുന്ന് ഒരു ടെലിഫോണിക് PD ഉണ്ടാവും, പേഴ്സണൽ ഡിസ്കഷൻ. അത് നിങ്ങളെ വിളിച്ചതിന് ശേഷം ലോൺ സാങ്ഷൻ ചെയ്യും. പിന്നീടായിരിക്കും ആ ലോൺ സൈനിങ്ങിനായിട്ട് നിങ്ങളുടെ ഇവിടുത്തെ പവർ ഓഫ് അറ്റോണി വന്നിട്ട് ബാങ്കിലും സൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും രജിസ്ട്രേഷൻ, അങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് വരുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടേക്കുക. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അന്നേരമാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുന്നത്. കാര്യം നിങ്ങളുടെ ഇൻകം ഡോക്യുമെൻറ്റ്സ്, KYC ഡോക്യുമെൻറ്റ്സ്, പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ബാങ്കിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടേക്കുക. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. താങ്ക് യു.